അവൻ്റെ ചെറുതായിരുന്നു, മറ്റവൻ്റെ വലുതായിരുന്നു. അതുകൊണ്ട് ഇവനെ കളഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയി എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ സാക്ഷരതയ്ക്ക് നമ്പർ 1 കേരളക്കാർ മുഴുവനും കണ്ടൻറ് ക്രിയേറ്റേഴ്സ് നല്ല നല്ല ക്യാപ്ഷൻ കമൻ്റ് അടിക്കുന്ന കൂലിത്തൊഴിലാളികൾ കൂലിത്തൊഴിലാളികളാണ് അവർ, അങ്ങനെ തന്നെ വിളിക്കാം. ഇവരെല്ലാം ഭൂരിപക്ഷവും 90-100% ഇരുന്ന് എഴുതി വിടുന്ന ഇതൊക്കെയാണ്. മനുഷ്യരെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്തുവെന്ന് വെച്ചാൽ വലുതും ചെറുതും ഒന്നും ഇല്ല. ഇത് രണ്ടുമില്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒരാണാണെങ്കിൽ ഒരു പെണ്ണിനെ 100% ഉന്നതിയിലെത്തിക്കാൻ പറ്റും. അത് ഫസ്റ്റ് മനസ്സിലാക്കിക്കോ. സെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണും എങ്ങും ഓടിപ്പോകത്തില്ല. കണ്ടിട്ടില്ലേ ചില വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് അടിയൊക്കെ വെക്കും, ഭർത്താവിനെ വിട്ട് പോകത്തേയില്ല, അവിടെ തന്നെ നിൽക്കും. എന്താ കാരണം? അതാണ് പോയിന്റ്. അല്ലാതെ നിങ്ങളൊക്കെ ഇരുന്ന് വല്ലവൻ്റെ ഭാര്യ ഓടിപ്പോയതിന് ഇന്നത്തെ കാലത്ത് ഇത് വൈറലാക്കേണ്ട ഒരു പ്രശ്നമാണ്. ഒരുത്തൻ്റെ ഭാര്യ ഓടിപ്പോന്ന് കേരളം മുഴുവനും കത്തി എരിയുന്നു. ഇതൊക്കെയാണ് കണ്ടന്റ്. ഒത്തിരി ആൾക്കാർ വൈറലാവും, ഒരുപാട് ആൾക്കാർ ഇത് വെച്ച് പണം സമ്പാദിക്കും. ഓരോരുത്തർക്ക് 35K അല്ല 35M 45M വാങ്ങും. അവരൊന്നെങ്കിൽ മില്യൺ കണക്ക് എന്തോ പറയുന്നേ ഫോളോവേഴ്സിന് കിട്ടും, സബ് കിട്ടും. അങ്ങനെ പലതിനും വേണ്ടിയാണ് ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജീവിക്കാൻ. അടുത്തവൻ്റെ ഭാര്യയാണ് ഇന്നെൻ്റെ കണ്ടന്റ്. എന്നാൽ അവർക്ക് എന്ത് സംഭവിച്ചു? എന്താണ് ഈ കുട്ടി ഇങ്ങനെ ഓടിപ്പോകാനുള്ള കാരണം? ഇത്രയും സാമ്പത്തികവും അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു ആക്ടറാണെന്ന് പറയുന്നത്, അറിയപ്പെടുന്ന ഒരു വ്യക്തി, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരാളാണ്, വലുതോട്ടറിഞ്ഞില്ലെങ്കിലും അറിയപ്പെടുന്ന ഒരാളാണ്. ആളുടെ ഒരു വ്യക്തിയുടെ ഭാര്യ ഒന്നുമില്ലാത്ത സാധാരണ ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ഓടിപ്പോണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും കാരണം ഉണ്ടാവും. ഒരു സെക്സിന് വേണ്ടി ഇത്രയും സൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ഓടിപ്പോവാൻ, ഒളിച്ചോടാൻ അത്ര മണ്ടികളൊന്നും അല്ല പെണ്ണുങ്ങൾ. അതിന് എക്സാമ്പിൾ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത്, ഈ പെണ്ണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം സമാധാനമായേനെ. ഈ 2-3 മാസങ്ങൾക്ക് മുന്നേ അമേയ എന്നാണ് തോന്നുന്നു കുട്ടിയുടെ പേര്, മറന്നുപോയി. കോളേജ് അധ്യാപകനെ 8 വർഷമായിട്ട് കല്യാണം കഴിച്ച്. ഈ അധ്യാപകൻ ഒരു ശിഖണ്ഡിയായിരുന്നു. ശിഖണ്ഡി അല്ലല്ലോ, എന്തോ എനിക്ക് പറയണ്ടേ, നമ്മൾ പറയത്തില്ലേ, ഒന്നുമില്ലാത്തവനായിരുന്നു. ഒരു പെണ്ണിനെ സംതൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തവനായിരുന്നു. 8 വർഷം ആ പെണ്ണെ നരയിപ്പിച്ചു. അവളാണെങ്കിൽ വീട്ടിൽ വരുന്ന ഒരു ചെക്കനോട്, ഏതോ ബോയിയാ, ചെക്കനോട് കണക്ഷൻ വെച്ച് ഇത് കണ്ടുപിടിച്ച് ആ ഒരു പെണ്ണിനെ ഈ ഒരു ഹസ്ബൻഡ് അങ്ങ് കൊന്ന്. അപ്പം നിങ്ങളെല്ലാം എന്തോരം മുറവിളിയായിരുന്നു. 8 വർഷം അത് എന്തുമാത്രം നരകിച്ചിരിക്കും. അവൾ ചാവരുതായിരുന്നു, ബോയുടെ കൂടെ ഓടിപ്പോണമായിരുന്നു. ഇപ്പം അതായിരിക്കും ആ കുട്ടി ചെയ്തേക്കുന്നേ. അല്ല എന്താണ് തെറ്റ്? എന്താണ് തെറ്റ്? അപ്പോൾ ഇവരെല്ലാം നല്ല സ്നേഹമായിട്ട് ഇങ്ങനെ നിന്ന് ചിരിച്ച് കളിച്ചാലും റീലിടും, എല്ലാം ചെയ്യും. എന്നിട്ടും അങ്ങോട്ടും 100-90% ആ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ കളിക്കും. കുറച്ച് ക്യാമറ ഓഫായാൽ രണ്ടുപേരും അടിയായിരിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ നിങ്ങൾ കണ്ടു കാണും, സമൂഹത്തിൽ എപ്പോൾ നോക്കിയാലും 2 ഹസ്ബൻഡും വൈഫും. ഭാര്യയ്ക്ക് ഒരേ ഒരു ജോലി, ഈശോയേ ഈശോയേ എന്ന് വിളിക്കുന്നതാണ് ജോലി. ഭർത്താവിന് അതിൻ്റെ മേലെയാണ് ജോലി. രണ്ടുപേരും ഈശോക്കാരാണ്. അറിയാലോ ആരാന്ന്? രണ്ടുപേരും ഭയങ്കര അടിയായി. ഭർത്താവിൻ്റെ മണ്ട ഉടച്ചെന്നോ ഭാര്യയുടെ മണ്ട ഉടച്ചെന്നോ രക്തത്തോടൊക്കെയാണ് എല്ലാവരും കരഞ്ഞു വിളിച്ചുകൊണ്ട് 2 മാസം കൊണ്ട് അതായിരുന്നു വൈറൽ. അപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു. ഈശോ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ, ദൈവത്തിനെ തൊട്ട് കളിച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ ദൈവം ശിക്ഷ കൊടുക്കും. അതിനുള്ള തെളിവാണിത്. ഇത് അതേപോലെ തന്നെ പോലീസിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഭയങ്കര മോട്ടിവേറ്റാ, എല്ലാവരെയും മോട്ടിവേഷൻ ചെയ്ത് നോക്കിയപ്പം 10-16 വയസ്സുള്ള കുഞ്ഞിനെ ഹോട്ടലിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തു. ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാ. ഞാൻ പോലും അയാൾക്ക് അഡിക്റ്റായിരുന്നു. അന്തം വിട്ട് കുന്തം വിഴുങ്ങിപ്പോയി. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് അധികം ഉള്ളത്. ഇവർ രണ്ടുപേരും നല്ല മേക്കപ്പ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്തോ നല്ല ഭർത്താവ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാം. പക്ഷേ ഒന്നുമല്ല. ഞാൻ ഈ അവിഹിതത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, എന്തോരം ചീത്ത എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത്, എല്ലാവരെയും ഹൈഡ് ചെയ്ത്, ചീത്ത പറയുന്നവരെല്ലാം എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവിഹിതം ആരാ ഉണ്ടാക്കുന്നറിയോ? പെണ്ണല്ല, ആണാണ് അവിഹിതം ഉണ്ടാക്കാൻ പെണ്ണിനെ പ്രേരിപ്പിക്കുന്നത്. ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭർത്താവോ ഒരു കാമുകനോ ഉണ്ടെങ്കിൽ അവൻ കാരണമാണ് ഇവൾ അവിഹിതക്കാരിയാവുന്നത്. ആ അവിഹിതം ഉണ്ടാക്കുന്നവനും ഒരാണ് തന്നല്ലേ.
പെണ്ണൊറ്റയ്ക്ക് നിന്ന് അവിഹിതം വരുമോ? അപ്പം തെറ്റുകാരൻ ആരാ? പെണ്ണല്ല, ആണ്. അവൻ ഇരിക്കേണ്ടടുത്ത് ഇരുന്ന് ചൊറിഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇവള് മറ്റവനെ വെച്ച് ചൊറിയിക്കാൻ പോകത്തില്ലായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് എല്ലാം പെണ്ണിന്റെ തലയിൽ കെട്ടി വെക്കുന്നത്. അവൾക്ക് വലുത് വേണം, വലുത് വേണം, അവൾ ഓടിപ്പോയിന്ന്. വലുതിലും ചെറുതിലും എന്തോ നൽകുന്നു. അതിലൊന്നും ഒരു കുന്തവും ഇല്ല. എന്തോന്നാ സാക്ഷരത കേരളം എന്നൊക്കെ പറയും. 100%. വല്ലവരുടെയും കമൻറ്റ് ബോക്സ് നോക്കണം. ആ കമൻറ്റ് എഴുതിയവൻ്റെ ID പോയി ചെക്ക് ചെയ്യണം. സൂപ്പറായിരിക്കും. അവനായാലും അവളായാലും സൂപ്പറായിരിക്കും. പക്ഷെ കമൻറ്റ് 3-ാം കിട 4-ാം കിട എല്ലാം തോറ്റു പോകുന്ന കമൻറ്റുകളായിരിക്കും. കണ്ടന്റ് ക്രിയേറ്റർ എന്നും പറയുന്നുണ്ട്. അടുത്തവൻ്റെ ഭാര്യ ഓടിയോ കുളിച്ചോ വന്നോ നിന്നോ ആരും തുണി മാറി കിടന്ന തുണി എടുക്കുക, കട്ട് ചെയ്യുക, അതിൻ്റെ ശകലം പാട്ട് ഒരു കുറച്ചെങ്കിലും കാണിച്ചിട്ട് അതിൽ നല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട ചോദ്യങ്ങൾ. ഇന്ന് കളി കണ്ടോ ചേച്ചി? ഇന്ന് എങ്ങോട്ടാ ചേച്ചി? ഇന്ന് ആരൊക്കെ ചേച്ചി പോന്നേ? കൂടെ ആരൊക്കെ ഉണ്ട്? ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന വൃത്തികെട്ടപ്പാ ഉണ്ട്. അമ്മയോടോ പെങ്ങളോടോ ആരോടെങ്കിലും ഒക്കെ ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ ചോദിച്ചും പെങ്ങൾ ഓടി പോവുകയാണെങ്കിൽ അവരുടെ വീഡിയോ എടുത്തിട്ടും ഒക്കെ കാശുണ്ടാക്കി അങ്ങ് തിന്ന്. അല്ലാതെ കണ്ടവൻ്റെ അവരുടെ കുടുംബത്തിൽ എന്തുവാണ് നടക്കുന്നത്, എന്താണ് സംഭവിച്ചത്, പെണ്ണുങ്ങളെ എങ്ങനെ അപമാനിക്കാൻ പറ്റുമോ അത്രയും അങ്ങ് അപമാനിക്കും. എന്നിട്ട് രസിക്കുന്നു. ചിന്തിച്ച് നോക്കണമല്ലോ, ഇതെൻ്റെ പെങ്ങളാണെങ്കിൽ ഇതെൻ്റെ അമ്മയാണെങ്കിൽ എന്തുകൊണ്ട് അമ്മയോടും പെങ്ങളോട് ചോദിക്കത്തില്ല എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എന്താണ് സംഭവിച്ചത്? ഇത് പെണ്ണുങ്ങളായാലും അങ്ങനെയാ. നമ്മുടെ അനിയത്തിയോടോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കത്തില്ലേ എന്താണ് സംഭവിച്ചത്, എന്താണ് കാര്യം? അത് കണ്ടുപിടിച്ച് വന്ന് പറയണം നിങ്ങൾ. അല്ലാതെ ഓടിപ്പോയി അവൻ്റെ ഭാര്യ ഓടിപ്പോയി വലുത് 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 വലുത്. ഒന്നും കൂടെ പറയാം, വലുത് കൊണ്ടും ചെറുത് കൊണ്ടും ഒന്നും അതൊന്നും അത്ര കാര്യമില്ല. ഉന്നതിയിലെത്തിക്കാൻ ഒരാണിന് ഒരു പെണ്ണിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതിനൊന്നും അത്ര പ്രാധാന്യമൊന്നുമില്ല. മനസ്സിലായോ എന്തെങ്കിലും? പുച്ഛം. എൻ്റെ ഓരോ ചിരികളും എൻ്റെ ഓരോ സംസാരങ്ങളും പുച്ഛം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ച് കാര്യം പറയുന്നത്. കണ്ട് 2-3 ദിവസം കൊണ്ട് ഇത് കണ്ട് ആ പെണ്ണ് ഓടുന്നതും ഇവനെന്തുവാ അവനൊന്നും ഇല്ലെന്ന്, അവനൊന്നും ഇല്ല. പിന്നെന്താ പറയുന്നത്? അവൻ ആരാന്ന്? അവന് ലെസ്ബിയൻ്റെ ഓപ്പോസിറ്റ് എന്നാ? ആണും ഉള്ള കണക്ഷൻ എന്നാ എന്തോ പറയുന്നത്? ആ സാധനമാന്ന് ലെഗോ ലിക്കുമല്ല ഏതോ ഒന്ന് അതാണ് പറയുന്നത്. അയാൾക്ക് പെണ്ണുങ്ങളോട് കണക്ഷൻ ഇല്ല, ആണുങ്ങൾ. പിന്നെ ഇത്രയും 2 വർഷമായിട്ട് ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ അല്ലെ, സാധാരണ ചില പെണ്ണുങ്ങൾക്ക് അതിന് ആണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. അതേപോലെ ആണുങ്ങൾക്ക് ഈ പെണ്ണുങ്ങളെ ഇഷ്ടമില്ലാതായിരിക്കും. അവർക്ക് ആണുങ്ങളെ ആയിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ഒരാൾ സമൂഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇത്രയും ബുദ്ധിശാലി ഒരു പെണ്ണെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ച് ഒന്നുമില്ലാതെ ഇരിക്കുമ്പം പെണ്ണ് കണ്ടുപിടിക്കത്തില്ലേ? അപ്പോൾ നാട്ടിൽ നാണം കിട്ട് നടക്കത്തില്ലേ? അതിലും ബെറ്ററായിട്ട് അവൻ കല്യാണം കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നടന്നാൽ പോരെ. എന്തിനാണ് അവനെ ഇങ്ങനെ അവമാനിക്കുന്നത്? അവനെ ഒരു സൈഡിൽ കൂടെ അവമാനിക്കുന്നത്. ഇവള് വലുതിന് വേണ്ടി അവളെ ഒരു സൈഡിൽ കൂടെ അവമാനിക്കുന്നു. നാണം കെട്ട മനുഷ്യർ കണ്ടന്റ് വിറ്റ് തിന്ന് വയറിൽ എങ്ങനെ ഇറങ്ങിപ്പോകുന്നു, എങ്ങനെ ദഹിക്കുമെന്നും ഒരു നിമിഷം ചിന്തിക്കാത്ത മനുഷ്യർ. എവിടെ നോക്കിയാലും ഇത് ആണും പെണ്ണും വാരി അലക്കുക. നമ്മൾ നല്ല ഡീസൻ്റായിട്ട് വിചാരിച്ചിരുന്ന ആൾക്കാരെല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളോടെല്ലാം പുച്ഛം തോന്നുന്നു, വെറും പുച്ഛം. ഒരാൾ പോലും ആ പെണ്ണ് എന്ത് ചെയ്ത്, എന്തിനാണ് അവൾ ഓടിപ്പോകുന്നത്, ഇത്രയും സാമ്പത്തികം വിട്ട് ഒരു സാധാരണ ഒരാളുടെ കൂടെ അവൾ എന്തിനാണ് പോയത്, എന്താണ് കാരണം, ഒരു കണ്ടന്റ് ക്രിയേറ്ററും പറയത്തില്ല. അവർക്കെല്ലാം അപമാനിക്കണം. പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുത് തേടുന്നവള്, അതുമാത്രമാക്കി മാറ്റണം. നാണോ മാനോ ഉണ്ടോ? പുച്ഛം നിന്നോടല്ല.